സമയം രാത്രി 7 മണി. ആ ബോസ്, നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് അവളെ വിടുത്താൻ പറ്റും. ഇങ്ങോട്ട് വരുന്നുണ്ടോ മോനെ ഇരിക്കാൻ? അവളെ വിടുത്തിച്ച് നീ അപ്പുറത്ത് പോ. മൂടായിട്ട് പറയാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എനിക്കൊരു 4 വയസ്സ് കാണും. എന്താടാ വിരള് എന്റെ വിരല് മാത്രമല്ല, ഫ്രണ്ട്സിന്റെ വിരലെല്ലാം ചപ്പുമായിരുന്നു. എടാ നീ ചാപ്പിയൊക്കെ തന്നെ ഇവിടെ പറയണ്ട, ആട്ടിച്ചാണ്ടല്ലോ. ഈ നാട്ടിലേക്ക് എങ്ങനെയാ വന്നത് പറയടാ. ഷോർട്ടും സ്വീറ്റുമായിട്ട് പറയാം. ഞാനും എൻ്റെ 4 ഫ്രണ്ട്സും ജോളി ട്രിപ്പിന് ഇവിടെ വന്നു. വന്ന സ്ഥലത്ത് കള്ള് കുടിച്ച് ബോധം പോയി. എണീച്ച് നോക്കിയാ എൻ്റെ ഫ്രണ്ട്സിനെയും കാണുന്നില്ല, എൻ്റെ പാസ്പോർട്ടും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. തെരുവ് തോറും നടന്നു, ആവശ്യമുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു. കള്ളെല്ലാം മേടിച്ചു കൊടുത്തു. കുടിച്ച് നൈറ്റ് ബോധം പോവും. അപ്പൊ രാവിലെയോ? ബോധം പോവും. ഉച്ചക്ക് എന്ത് ചെയ്യും? ബോധം പോവും. അപ്പൊ രാത്രിയാ? അതല്ലേ പറഞ്ഞേ. എടാ ജീവിതത്തിൽ സ്ത്രീകളൊക്കെ ഇവൻ ചരിഞ്ഞു കഴിഞ്ഞാൽ അവരും ചരിയൂലേ? പോയിന്റ്. ആ പോയിന്റിനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ കഥയ്ക്കും കഥവ് തുറക്കാത്തതിന് എന്ത് ലിങ്ക്? എടാ പന്നച്ചെറുക്കാ, ഈ വീട്ടിലൊരു പ്രേതം ഇരിപ്പുണ്ട്. അതിന് വെർജിൻ ചെക്കൻ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇവിടെ വെർജിൻ ആയവർക്ക് അകത്ത് വരാൻ പറ്റും, പക്ഷെ പുറത്തു പോകാൻ പറ്റില്ല. എന്താ ഇതൊരേ ഒരു വഴി. ഞാൻ കുടിക്കുന്നവനാണ്ട് എന്ത് പറയാനും വിശ്വസിക്കുന്നു വിചാരിച്ചോ? ഇവിടെ പ്രേതമുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എവിടെ വിളിക്കുക? ഈ പ്രേതത്തിനെ വിളിച്ചാ വരത്തില്ല, കാണിക്കേണ്ടത് കാണിച്ചാലേ വരുള്ളൂ. ചേട്ടാ, ഇത് കാഷ്വൽ പ്രേതം അല്ല, സെക്ഷുവൽ പ്രേതമാണ്. അതിന് ലെഗ് പീസ് ഇഷ്ടമല്ല, ലെഗിന് നടുക്കുള്ള പീസാണ് ഇഷ്ടം. ഇതുവരെ വെള്ളം പോലും ഒഴിക്കാതെ കള്ള് കുടിച്ചോണ്ടിരുന്നു. ഇന്ന് കള്ളാണെന്ന് പറഞ്ഞ് വെള്ളമേ കുടിച്ചോണ്ടിരിക്കുന്നു. എല്ലാ കാമപ്രേതത്തിന്റെ സൂക്കേട്. അയ്യോ ആളിയാ, വലിയ പ്രശ്നമാടാ. എന്ത് പറ്റടാ? ഇത്രയും ദിവസം നമ്മൾ ആ പ്രേതത്തിന്റെ അടുത്ത് എടുത്തു വെച്ചില്ലേ സ്പ്രേ, അത് വളരെ തീർന്നു പോയി. ആ, ഇതാടാ അവസാനത്തെ ബോട്ടിൽ. ഈ ഒരു ബോട്ടിൽ നമുക്ക് 2 പേർക്ക് തികയത്തില്ലടാ, ഒരാൾക്കേ തികയത്തുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാനാ? എടാ, നമുക്ക് വേണ്ടി 2 പൊട്ടന്മാര് കുടുങ്ങിയിട്ടില്ലേ? അതെനിക്കറിയാം, ആ കുടിയനും പിന്നെ അമ്മാവനും. അതെ, ആ 2 പേരിലെ ആരെങ്കിലും ഒരാൾ പ്രയത്നം തീർച്ചയായും കൊടുക്കും. ബാക്കിയുള്ള ഈ സ്പ്രേ ഇല്ലേ, ഇന്ന് രാത്രി നമ്മൾ മുഴുവനും മാറ്റി അടിച്ച് രക്ഷപ്പെട്ടെന്ന് വെച്ചോ. നാളെ തൊട്ട് നമുക്ക് സ്പ്രേ തന്നെ വേണ്ട. ഓക്കേ അളിയാ, സൂപ്പർ ഐഡിയ. ടേബിളിൽ വെച്ചിട്ട് വാ, രാത്രി ഒന്ന് അടിക്കാം. ഓക്കേ, ചെല്. എടാ വെച്ചോടാ. വെച്ചടാ, വാടാ നമുക്ക് പോവാം. എടാ, ഈ രഹസ്യം ആരും അറിയാണ്ട് നോക്കണേ. അതെ, തീർച്ചയായും. രഹസ്യം ഉറക്കെ പറയുന്നേ, അതല്ലല്ലോ കാര്യം. രക്ഷപ്പെടാൻ നോക്കാം. ഈ സ്പ്രേ അടിച്ചാലാണോ പ്രേതം പോകുന്നത്? ഇപ്പൊ ചത്തു പോയനല്ലോ. എന്തൊരു നാറ്റമായത്. എന്റെ നാറ്റം ഈ നാറ്റോടെ മിക്സ് ആവണ്ട. കുളിച്ചിട്ട് വന്ന് ഫ്രഷ് ആയിട്ട് അടിക്കാം. എന്താ ഇത്? ബോഡി സ്പ്രേ പോലെ ഉണ്ടല്ലോ. വയാഗ്ര ഡിലേ സ്പ്രേ. എടാ കുടിയാ, ഇത് നീ അടിച്ചിട്ട് എന്റെ ആളിന്റെ അടുത്ത് ആണാണെന്ന് പ്രൂഫ് ചെയ്യാൻ പോവാണ? വിടൂലടാ, ഞാൻ വിടൂല. സമയം രാത്രി 10 മണി. രാമന് വെച്ച ട്രാപ്പിൽ പിടിപെട്ടത് മാമ. വേറെന്തോ സംഭവിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഈ സ്പ്രേ അടിച്ചിട്ട് എന്റെ ആളെന്ന് മറിക്കാന്ന് വിചാരിച്ചാലേ നമ്മുടെ ഫീലിംഗ് അവളുടെ അടുത്ത് വരെ റീച്ച് ആവുന്നുണ്ടല്ലോ. 2 in 1 പ്രോസസ് ആണെന്ന് തോന്നണേ. പറഞ്ഞോളൂ. തുടങ്ങിയാലോ? അതിനെല്ലാം ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു റൂമുണ്ട്, അങ്ങോട്ട് പോയാലോ? ഓ പിന്നെന്താ, പ്ലീസ്. പിഞ്ച് മാമ്പഴം, നിന്റെ സൈസിന് ആ റൂം തന്നെ മതിയാവുമല്ലോ. ഇവിടെയൊക്കെ എന്തിനാ? എന്റെ ഊട്ടി ക്യാരറ്റേ, ഒരു കാര്യമുണ്ട്. കൊള്ളാം. റൂം എങ്ങനെയുണ്ട് മോണ? ഈ റൂം നിന്റെ മനസ്സ് പോലെ വലുതാണല്ലോ. അതല്ലേ? അത് മാത്രല്ല, പല വിദ്യകളും കാണിച്ചു തരാമോ? ജനിച്ചതിനുള്ള ഫലം കിട്ടാൻ പോകണം മോണ. മോണ, എന്തിനാ എന്റെ ഡ്രസ്സ് മാത്രം അഴിച്ചെടുക്കുന്നത്? നിന്റെ ഡ്രസ്സ് അഴിക്കണില്ലേ? എത്ര നിയമാരെ തല നിർത്തി വെച്ചിട്ട് ഒരുപാട് നേരം കളിക്കാൻ വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ പ്ലേ ഗ്രൗണ്ടാ കിട്ടിയേക്കണത്. കളിക്ക്. എന്താ മോണ അപ്പോഴേക്കും മുകളിൽ കയറി വന്നത്? എന്താ നിന്റെ അനുജൻ കരയുന്നേ? നിനക്ക് തന്നെ ഒന്നും അങ്ങനെയുള്ള നീ മറ്റുള്ളവർക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നു.
കുറെ അനിയന്മാരുടെ ചേട്ടൻ തന്റെ സ്വന്തം അനിയന്റെ പ്രശ്നം കൊണ്ട് പ്രേതത്തിന്റെ അടുത്ത് അടികൊള്ളുന്ന രംഗം. സമയം രാത്രി 11 മണി. ഡോ, ഒന്ന് മിണ്ടാതിരി. എടോ അമ്മാവാ, അവന്റെ ചുണ്ടിൽ നിങ്ങളുടെ പോയി കൊടുങ്ങാൻ പറഞ്ഞത്. വീടാളി ആവുമ്പോ അടി മേടിച്ചിട്ട് വന്നിട്ടിരിക്കുമല്ലേ അമ്മാവൻ പാവം. വീടാ അവനെ ചോദിക്കണ്ട. എന്താ ബോസേ, എന്നെ കുഴിച്ച് അടിക്കാൻ നോക്കിയല്ലേ? നീ കുടുങ്ങിപ്പോയാ എന്ത് ചെയ്തിരിക്കും? അല്ല നിനക്ക് ഫ്യൂസ് ഇല്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വല്ല ബെസ്റ്റല്ലേ. ശരി, എനിക്ക് കുടിച്ച് ഒന്നും ഇല്ലാതെ പോയി. അയാൾ ഡോക്ടറല്ലേ, അയാൾക്ക് എന്താ കണ്ട ഉടനെ ഓ ഇനി അത് വേസ്റ്റ് എടുത്ത് എക്സിബിഷന് കൊണ്ട് വെക്കാൻ പറ. എന്താ മാമ, ഞാൻ പറഞ്ഞ correct അല്ലേ? തേങ്ങാ പിണ്ണാക്കെ അമ്മാവമ്മ എന്ന് പറഞ്ഞാലേ ആർത്ത് തായ്ലൻഡ് കാക്കി ഇട്ട് കൊടുക്കും ഞാൻ. ഇവരെല്ലാം മാമ മാമ എന്നല്ലേ വിളിക്കുന്നത്? അവർക്ക് വിളിക്കാം, അവർക്ക് അധികാരമുണ്ടേ. നീ വിളിക്കരുത്, ശരീരമൊക്കെ വിറക്കണുണ്ട്. അതിന്റെ പേരെന്താന്ന് പറഞ്ഞു തുറയ്ക്കാം. തമ്പി തൊര. എന്തുവാ? എടാ പ്രാന്ത, തമ്പി തൊര. ആ, നിന്റെ തമ്പിയെ തുറന്നു വിട്ടായിരുന്നു എപ്പോഴും രക്ഷപ്പെടാൻ. കോമഡി നോക്കി എന്താന്ന് വെച്ചാല് എഡിറ്റ് നിക്കാത്ത ഇയാളുടെ അടുത്ത് എടുപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് വന്ന അവന്. നിങ്ങൾ വന്നപ്പോ ഞാൻ ദൈവമാണെന്ന് വിചാരിച്ചേ. ഇതുപോലെ ഒന്നിനും കൊള്ളാത്ത കോമാളിയാണെന്ന് വിചാരിച്ചില്ല. അതേടാ, എന്നെ കൊണ്ട് പറ്റില്ലടാ, ഞാൻ സമ്മതിച്ചേക്കണു. നിങ്ങൾ ആമ്പിള്ളേരല്ലേ, എന്നാ പോയി ചെയ്ത് നോക്കട്ടെ. എടോ അമ്മാവാ, എന്തിനാ പെട്ടെന്ന് ദേഷ്യപ്പെട്ടെ? പിന്നല്ലാതെ നിങ്ങളെ 3 പേരെ ഈ തൊടയിൽ വെച്ച് കാത് കുത്തിയാ ഞാൻ. എന്റെ പഠിപ്പിനല്ലേ മര്യാദ ഇല്ലാത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്റെ വയസ്സിനെങ്കിലും ഒരു മര്യാദ. 50+ ഡാ. നിനക്ക് എന്തിനാണ് ആ മര്യാദ തരുന്നത്? വയാഗ്ര ഡിലേ സ്പ്രേ അടിച്ചതിന് ശേഷവും ഡിലേ ഇല്ലാതെ ടാപ്പ് തുറന്ന പോലെ അപ്പോഴേ പോയി. നിനക്കൊക്കെ എന്തിനാണ് മര്യാദ? ഞാൻ പ്രേതത്തിന് അടി വാങ്ങിച്ചതാ, സമ്മതിച്ചു. നീ വീരനല്ലടാ, ഇവിടെ എല്ലാവർക്കും രക്ഷപ്പെടാൻ വഴി കാണിച്ചതാ. ഡോ, 1000 ഐഡിയ ഞാൻ പറഞ്ഞു തരാം. നിന്നെ പറയടാ വിഡി. പ്രേതത്തിന് ഇഷ്ടമുള്ളത് കത്തിച്ച പ്രേതം ഇവിടുന്ന് പോവും. പന്ന ചെറുക്ക, പ്രേതത്തിന് ഇഷ്ടമുള്ള ആസാനം അതുകൊണ്ട് അവന്റെ 16 ഒരു ഐഡിയ. കത്തിക്കാൻ പറ്റത്തില്ല അല്ലേ? ഓട്ടനെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ അവൻ. ഇങ്ങോട്ട് വന്ന് പ്രേതത്തിന്റെ സാമാനം എല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞാ വെളിയിൽ പോവാ. എടോ പ്രാന്ത, നമ്മുടെ സാമാനം കൊണ്ട് തന്നെ പുറത്തു പോകാൻ പറ്റുന്നില്ല. ഇതിൽ പ്രേതത്തിന്റെ സാമാനം എടുത്തോണ്ട് പോകാൻ പോവാണോ? അയ്യോ, യുവമാരുടെ വായിലെ ചീത്ത വാർത്തലൊന്നും വരില്ലേ? നിങ്ങളുടെ വായിലാരുടെ ദീർത്തൊഴിച്ചു തന്നത് എന്റെ തലയിലെടുത്ത് അത് ഞാനാ വെച്ചത്. എന്റെ ബുദ്ധി തായ്ലൻഡ് ചെരുപ്പ് കൊണ്ടോണോട് അടിക്കാനായിട്ട്. ഐഡിയ. ഈ ചതുര ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രേതത്തെ കരയെ ചോടിക്കാൻ പോകുന്നത്. എല്ലാം റെഡി ആയിട്ടിരിക്കുക, ബോർഡ് സൂക്ഷിച്ചു വെക്കുക. ഇതാണോ ബോർഡ്? എവിടെയാ ഗ്ലാസ്? ഈ സാധനം വെച്ചാണ് നമ്മൾ ഈ കളി കളിക്കാൻ പോകുന്നത്. ഇതൊരു കണ്ടക്ടർ. ഈ പ്രപഞ്ചത്തിൽ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും 2 എനർജി ഉണ്ട്. മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ, അമ്പലത്തിനുള്ളിൽ പോകുമ്പോൾ പോസിറ്റീവ് എനർജി, ഇത് തന്നെ ശ്മശാനത്തിൽ പോയാൽ നെഗറ്റീവ് എനർജി. മനസ്സിലായോ? ഇപ്പം ഈ വീട്ടിനകത്തുള്ളത് നെഗറ്റീവ് എനർജി. സോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ പ്രേതത്തെ കൊണ്ട് തന്നെ എടുക്കും. ആ പ്രേതം വരുമ്പോൾ പല സിംറ്റംസ് കാണിക്കും. ആരും പേടിക്കണ്ട, മനസ്സിലായോ? എല്ലാവരും ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ ചൂണ്ടുവിരൽ വെക്കൂ. ഈ പ്രാർത്ഥന എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് വരുന്ന പ്രേതങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരണം. അല്ലാതെ ഉള്ളിലിരിക്കുന്ന പ്രേതത്തിൻ്റെ കൂടി നമ്മളെ ഇവിടുന്ന് ഓടിക്കാൻ പാടില്ല. നമ്മുടെ കൺട്രോളിൽ ആ പ്രേതം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൈയെല്ലാം ചേർത്ത് വെക്കണം. ഒരു കാരണം കൊണ്ടും ആ കൈയൊന്നും എടുക്കാൻ പാടില്ല. എല്ലാവരും കണ്ണടയ്ക്കൂ. കയ്യെ ചേർത്ത് വെക്കെല്ലാരും. തുടങ്ങാം. ഞാൻ ഈ കളി കളിക്കാൻ വേണ്ടി കളിക്കുകയല്ല, ഞങ്ങളുടെ ജീവന് വേണ്ടി കളിക്കുകയാണ്. അതുകൊണ്ട് സഹായിക്കുന്നവർ മാത്രം വരിക, അല്ലാത്തവർ വരാൻ പാടില്ല. ഇത് ഈ പ്രപഞ്ച ശക്തിയിന്മേൽ സത്യം. ആരോ വന്നെന്ന് തോന്നുന്നു. സംസാരിച്ചു നോക്കാം. കണ്ണുർക്ക്
രണ്ടുപേരിൽ ആരെങ്കിലും ഒരുത്തൻ എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ടും വരാതെ കത്തിത്തീർന്ന കമ്പത്തിരിയും മത്താപ്പവും നിങ്ങൾ എന്റെ അടുത്തേക്ക് അയച്ചല്ലേ. എനിക്ക് വേറെ പ്രേതത്തെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തില്ലേ? ഇതിനെയാണ് ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത്. അതെ അതെ, നിനക്കൊരു കുറവുണ്ടാവരുത്, നിങ്ങൾക്കൊരു കുറവുണ്ടാവരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത്. പ്ലീസ് പ്ലീസ് അവരെ വിട്ടേക്ക്, അവരൊരു പാവം ചെയ്തിട്ടില്ല, പ്ലീസ്. ഇവരുള്ളത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എന്നെ സന്തോഷപ്പെടുത്താൻ ശ്രമിക്കാത്തത്. അയ്യോ ഞാൻ ഇവരെയൊക്കെ കൊന്നുകളഞ്ഞാലോ? അയ്യോ വേണ്ട 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 പ്ലീസ് വേണ്ട, പറയുന്നത് കേക്ക് പ്ലീസ്, അവരെ വിട്ടേക്ക്. നിനക്കിപ്പോ എന്താ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ വരണം, അത്രേ ഉള്ളൂ. ഞാൻ വരാം, ഇവരെല്ലാരെയും വിട്ടേക്ക് പ്ലീസ്. അവരെ വിട്ടേക്ക്, ഞാൻ വരാം, ദയവ് അവരെ വിട്ടേക്ക് പ്ലീസ്, വിട്ടേക്ക്. 8 മണിക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിലുണ്ടല്ലോ, നീ വരണം. എന്നെ ഓക്കെ പറ്റിച്ചാലല്ലോ. ഞാൻ തീർച്ചയായും വരാം.